ഹലോ ഗൈസ്, മൈ ഡ്രീം ഫുഡ് സ്റ്റോറിയുടെ ഒരു പുതിയ വെറൈറ്റി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അടുപ്പും ഗ്യാസും ഇല്ലാതെ നമുക്ക് ഇന്ന് ഒരു ദോശ ചുടാം. എങ്ങനെയാണെന്നല്ലേ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കമോൺ. ഞാൻ ഇവിടെ ദോശക്കല്ല് എടുത്തിട്ടുണ്ട്. നമ്മളെ ദോശക്കല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം. നമ്മുടെ കല്ല് ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നല്ല വെയില് കണ്ടല്ലോ. നമുക്കിനി ദോശ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിനി ഇതിനെ ഒന്ന് മറച്ചിട്ട് നോക്കാം. നമുക്കിനി ഈ ദോശയൊന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്കൊരു ബുൾസയും കൂടെ ഇതിൽ ഉണ്ടാക്കി നോക്കാം. ഇനി അവന്ന് അറിഞ്ഞൂടാ, നമുക്ക് നോക്കി നോക്കാം. നിങ്ങൾ നോക്കി നോക്ക്. വീഡിയോ കണ്ടല്ലോ, മുട്ട നോക്കിക്കോ. കണ്ടോ, ഈ വെയിലത്ത് കണ്ടോ, നമ്മള് തീയിൽ അടുപ്പിൽ വെക്കുന്നത് പോലെ തന്നെ ബുൾസയായി വരുന്നത് കണ്ടോ. ഇപ്പൊ 2-3 ദിവസം കൊണ്ട് കഠിനമായ ചൂടായത് കൊണ്ടാണ് ഞാൻ ഈ പരീക്ഷണത്തിന് മുന്നോട്ട് വന്നത്. ആ പരീക്ഷണം എന്തായിരുന്നാലും നല്ലപോലെ വിജയിച്ചിട്ടുണ്ട്. കഠിനമായ ചൂട് കൊണ്ട് നമ്മുടെ ബുൾസ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വെയിലത്ത് ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും എന്റെ ഒരു ബിഗ് സല്യൂട്ട്. നമുക്കിനി ബുൾസയാവുമ്പോൾ ഒരു 20 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായിരുന്നാലും ഇത് ആയി വരുന്നുണ്ട്. ഇരുപത് മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മൾ ബുൾസ ഇവിടെ ഏകദേശമായി വന്നിട്ടുണ്ട്. നമുക്കതിൽ ശകല ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. എന്തായിരുന്നാലും നമ്മളിത് കളയാൻ പോകുന്നില്ല. പരീക്ഷണായതുകൊണ്ട് ഇത് കളയെന്നാരും വിചാരിക്കണ്ട. ഞാൻ കഴിക്കുന്ന വീഡിയോയും കൂടെ കാണിച്ചു തരാം. വേവട്ടെ, ഞാൻ ഇത്തിരി മാറി നിൽക്കും. ഇവിടെ കൂടാതെ ഞാനും കൂടെ കരിഞ്ഞു പോകും. മുട്ട ഒഴിച്ച് അരമണിക്കൂറിന് ശേഷം ഞാനിത് എടുക്കാൻ പോവുകയാണ്. എന്തായിരിക്കും അവസ്ഥ നമുക്ക് നോക്കാം. ഇത് കണ്ടല്ലോ, നമ്മൾ കറക്റ്റ് തീയിൽ തന്നെ ഉണ്ടാക്കുന്നത് പോലെ നമുക്കിവിടെ ഒരു ബുൾസ കിട്ടിയിട്ടുണ്ട്. ഇത് കഴിച്ചു നോക്കാം. കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാ തീയിൽ വെച്ചുണ്ടാക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് ബുൾസ ഇവിടെ ആയിട്ടുള്ളത്. ദോശയും കഴിച്ചു നോക്കാം. പക്ഷെ ദോശ നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടില്ല. എന്തായിരുന്നാലും നമ്മളിവിടെ വെയിലത്ത് വെച്ച് ഒരു അടിപൊളി ബുൾസ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മളിപ്പം ബുൾസ തന്നെ നമ്മൾ വെയിലത്ത് വെച്ചാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പം എന്തുമാത്രം ചൂടാണെന്ന് നമുക്ക് എല്ലാവർക്കും ഓർത്ത് നോക്കാവുന്നതേ ഉള്ളൂ. കുഞ്ഞു മക്കളൊക്കെ വീട്ടിലുള്ളവര് ഒന്ന് ശ്രദ്ധിക്കുക. ഈ നട്ടുച്ച വെയിലത്തൊന്നും കുഞ്ഞുങ്ങളെ പുറത്തിറക്കാതെ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുക. അപ്പം ഇതാ എൻ്റെ പരീക്ഷണം അങ്ങനെ വിജയിച്ചിരിക്കുന്നു. ഞാൻ ഈ മുട്ട തിന്ന് കാണിക്കാം. ഇങ്ങനെയാണ് ഈ വെയിലിന്റെ പോക്കാണെങ്കിൽ നമുക്കിനി ഗ്യാസും തീരെ വിറവ് അടുപ്പിന്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ വെളിയിൽ വെച്ച് തന്നെ നമുക്ക് പാചകങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാലും
ചുമ്മാ ഇരുന്നപ്പം ചെയ്തു നോക്കിയതാണ് ഒരു പരീക്ഷണം. അതെന്തായിരുന്നാലും ജയിച്ചു. ഇനി ഇതുപോലെ പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ബൈ.